ശബരിമലയിലെ അയ്യപ്പൻ യുവതീ വിരോധിയാണെന്ന് കപടഭക്തർ പ്രചരിപ്പിക്കുമ്പോൾ ഇതാ ഉത്തര മലബാറിൽ തെയ്യങ്ങൾക്ക് അങ്ങനെയൊരു വിരോധമേയില്ല. ഈ അമ്മ പറഞ്ഞ മന്ത്രമൂർത്തി തെയ്യത്തോടൊപ്പം ഉറഞ്ഞാടുന്നത് പോതിത്തെയ്യമെന്ന ഭഗവതി തെയ്യമാണ്. ആൺതെയ്യങ്ങളും പെൺതെയ്യങ്ങളും കൈയോട് കൈ ചേർന്ന് മെയ്യോട് മെയ് ചേർന്ന് അമ്പലമുറ്റത്ത് ഒരുമിച്ചാടുന്നത് ഈ നാടിൻ്റെ പാരമ്പര്യമാണ്. ഇവിടെ അശുദ്ധിയില്ല, വിലക്കില്ല. സ്ത്രീകൾക്ക് അമ്പലമുറ്റത്ത് കയറി തെയ്യാട്ടം കാണാം. ദൈവം എന്ന വാക്കിൻ്റെ പച്ച മലയാള രൂപമാണ് തെയ്യം. ഉത്തര മലബാറിൽ, വിശേഷിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇത് തെയ്യക്കാലമാണ്. വിവിധ സമുദായങ്ങളുടെയും കുടുംബങ്ങളുടെയും വകയായുള്ള ക്ഷേത്രങ്ങളിൽ വളരെ അനുഷ്ഠാനത്തോടെയാണ് തെയ്യങ്ങൾ അരങ്ങേറുന്നത്. വർണ്ണഭംഗിയുള്ള ഉടുത്തുകെട്ടും മകുടങ്ങളും മുഖത്തെഴുത്തുമെല്ലാം ഭക്തമനസ്സിൽ ആരാധനാമൂർത്തികളുടെ തെയ്യങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. ഈ തെയ്യങ്ങളെ കാണാൻ പ്രായഭേദമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും വരാം. തെയ്യങ്ങൾ ലിംഗനീതി പുലർത്തുന്നു. ജാതിമതഭേദമില്ലാതെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പഴയങ്ങാടിപ്പുറയ്ക്ക് വടക്ക് കളിയാട്ടം എന്നും മറ്റിടങ്ങളിൽ തെയ്യം എന്നും അറിയപ്പെടുന്നു. പ്രധാനമായും അമ്മ ദൈവങ്ങളാണ് തെയ്യങ്ങൾ. വീരന്മാരുടെ ആരാധനയുടെ ഭാഗമായി കതിവന്നൂർ വീരൻ പോലെയുള്ള തെയ്യങ്ങളുമുണ്ട്. ഏതാണ്ട് 120ഓളം തെയ്യങ്ങൾ ഇന്നും കെട്ടിയാടുന്നു. തെയ്യം കെട്ടുന്നത് അല്ലെങ്കിൽ കോലങ്ങൾ കെട്ടുന്നത് വിവിധ സമുദായങ്ങളിൽപ്പെട്ടവരാണ്. വണ്ണാന്മാർ, വേലന്മാർ, മാവിലർ, പുലയർ, കോപ്പാളർ, അഞ്ഞൂറ്റാൻ തുടങ്ങിയ സമുദായങ്ങൾ. സവർണരുടെ ക്ഷേത്രങ്ങളിൽ ഇവർക്ക് നൂറ്റാണ്ടുകളായി ഇത് കെട്ടിയാടാൻ പ്രവേശനമുണ്ടായിരുന്ന നാടാണ്. നിങ്ങൾ അറിയണം. എന്തിന്, മാപ്പിള തെയ്യം പോലും ഉണ്ട്. കാസർഗോഡിനടുത്തുള്ള വെള്ളിക്കുണ്ടിലെ മാലോം കോലോം ക്ഷേത്രത്തിൽ മുക്രിപ്പോക്കർ തെയ്യമാണ് കെട്ടിയാടുന്നത്. ഈ വേഷം കെട്ടുന്നത് ഹിന്ദുമത വിശ്വാസി തന്നെയാണ്. ഖുറാനിലെ വചനങ്ങൾ ചൊല്ലി നിസ്കരിച്ചുകൊണ്ടാണ് അമ്പലമുറ്റത്ത് ഈ തെയ്യം ആടുന്നത്. ആലിച്ചാമുണ്ടി, ബാപ്പൂരാൻ തെയ്യം എന്നിങ്ങനെയുള്ള വേറെയും മാപ്പിള തെയ്യങ്ങളുമുണ്ട്. ഹിന്ദു തെയ്യങ്ങൾക്കൊപ്പം തിമിർത്താടുന്നതിന് ഈ മാപ്പിള തെയ്യങ്ങൾക്ക് ഒരു വിലക്കുമില്ല. സംഘികളെ, ഇതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം. കണ്ണൂരിലെയും കാസർഗോട്ടെയും മാർക്സിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും തെയ്യങ്ങൾ ഉറഞ്ഞാടുന്നു. പല അമ്പലങ്ങളുടെയും നടത്തിപ്പുകാർ പോലും പാർട്ടിക്കാരാണ്. കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളും യുക്തിവാദികളുമാണെന്ന് ആക്ഷേപിക്കുന്ന സംഘപരിവാറുകാരും കോൺഗ്രസുകാരും ഇവിടേക്ക് വരണം. ദൈവത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള മനുഷ്യർ എങ്ങനെയാണ് ആരാധിക്കുന്നതെന്ന് വന്ന് കാണണം.